നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലും ബഹ്റൈൻ, സൗദി, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ കൃഷിയെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന വലിയ പുൽച്ചാടി ഇനത്തിൽപ്പെട്ട വെട്ടുക്കിളികളുടെ ശല്യം നേരിടാൻ UAE തയ്യാറെടുക്കുകയാണ്. കൃഷിനാശം മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനാണ് മുൻകരുതലുകൾ സ്വീകരിച്ചതായി അബുദാബി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുകയുണ്ടായത്. അടുത്തിടെ ചില ഗൾഫ് രാജ്യങ്ങളിൽ വെട്ടുകിളികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിച്ചതിനെ തുടർന്നുള്ള വാർത്തകളെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ആയിരക്കണക്കിന് വെട്ടുകിളികൾ കൂട്ടത്തോടെയാണ് എത്തുക. ഇവ വീടുകളിലേക്കും ഓഫീസിനുള്ളിലേക്കും വരെ കയറാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഇവയെ കണ്ടാൽ ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ വിവരമറിയിക്കാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. UAE-യിലെ എല്ലാ ഫാം ഉടമകൾക്കുമായി പ്രത്യേക നിർദ്ദേശവും അധികൃതർ നൽകി. സ്ഥലങ്ങളിലെ പഴകിയ വസ്തുക്കൾ കൂട്ടിയിട്ട് പുകച്ച് അവയെ അകറ്റാനും സാധിക്കും. അതേസമയം വെട്ടുകിളികളെ ചിലർ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയെ ഭക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും UAE അധികൃതർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കൊടും വരൾച്ചയും വെള്ളപ്പൊക്കവും മൂലം ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്ന കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിൽ ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത് വെട്ടുകിളികളാണ്. ആയിരക്കണക്കിന് വെട്ടുകിളികളാണ് കെനിയയിലെയും സൊമാലിയയിലെയും എത്യോപ്യയിലെയും കൃഷിയിടങ്ങളിൽ മൂടിയിരിക്കുന്നത്. വെട്ടുകിളി ശല്യം രൂക്ഷമായതോടെ പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വിളകൾ ഉൾപ്പെടെ വൻ നാശമാണ് വെട്ടുകിളികൾ വരുത്തിവെക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ജില്ലകളിൽ 3.25 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് ഇവ വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കിയിരിക്കുന്നത്. 1/4 നൂറ്റാണ്ടിനിടെയുള്ള ഏറ്റവും കടുത്ത വെട്ടുകിളി ശല്യമാണ് ഈ വർഷത്തേതെന്നാണ് ലഭ്യമാകുന്ന വിവരം. 26 വർഷം മുമ്പായിരുന്നു സമാനമായ രീതിയിൽ ലോകത്തൊട്ടാകെ വ്യാപക വെട്ടുകിളി ശല്യം ഉണ്ടായത് തന്നെ. ശേഷം ഇപ്പോഴാണ് വെട്ടുകിളി ശല്യം രൂക്ഷമായതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.